പേർഷ്യൻ ഗൾഫിലെ നിലവിലെ സാഹചര്യം. 48 മണിക്കൂർ മുമ്പ് UAE ഹുജറ ആക്രമിക്കപ്പെട്ടു, പക്ഷേ ഇറാൻ ഉത്തരവാദിത്വം നിഷേധിച്ചു. 24 മണിക്കൂർ മുമ്പ് സൗദി അറേബ്യയും കുവൈത്തും ഹുജറയ്ക്കെതിരെ ആക്രമണത്തെ ട്രംപ് നിസ്സാരവൽക്കരിച്ചുവെന്ന് ആരോപിച്ച് അവരുടെ വ്യോമതാവളങ്ങളിലേക്കുള്ള US പ്രവേശന അവകാശങ്ങൾ വെട്ടിക്കുറച്ചു. റിയാദിന്റെ തീരുമാനത്തിൽ രോഷാകുലരായ ട്രംപ് ഭരണകൂടം പ്രതികരണമായി പ്രോജക്ട് ഫ്രീഡം അവസാനിപ്പിക്കുന്നു. ഇന്ന് രാവിലെ ഹോർമസ് കടലിടുക്കിൽ ഒരു ഇറാനിയൻ ടാങ്കറിനെയും കടലിടുക്കിനെയും പ്രവേശിക്കാൻ പോയ മറ്റൊരു കപ്പലിനെയും US ആക്രമിച്ചു. പ്രതികരണമായി ഹോർമസ് കടലിടുക്കിലൂടെ കടന്നുപോകുന്ന 3 US ഡിസ്ട്രോയറുകൾക്കെതിരെ ഇറാൻ മിസൈലുകൾ വിക്ഷേപിച്ചു. ഒമാൻ ഉൾക്കടലിലേക്ക് 6 മണിക്കൂറിനുള്ളിൽ സൗദി അറേബ്യയും കുവൈത്തും അവരുടെ വ്യോമതാവളങ്ങളിലേക്കുള്ള US പ്രവേശന അവകാശങ്ങൾ പുനഃസ്ഥാപിച്ചു. കഴിഞ്ഞ 2 മണിക്കൂറിനുള്ളിൽ ബന്ദർ അബ്ബാസ്, ഹേഷ്ദേവ്, മിനാവ് എന്നിവിടങ്ങളിൽ US ആക്രമണം നടത്തി. ഫുജറയിൽ ഇറാൻ നടത്തിയ ആക്രമണങ്ങൾക്ക് മറുപടിയായാണ് ഈ ആക്രമണങ്ങൾ നടത്തിയെന്ന് ഫോക്സ് അവകാശപ്പെട്ടു. മറുപടിയായി UAE തീരത്ത് പേർഷ്യൻ ഗൾഫിൽ US കപ്പലുകൾക്ക് നേരെ ഇറാൻ പ്രതികാര ആക്രമണങ്ങളും നടത്തുകയുണ്ടായി. പുതിയ വിശേഷങ്ങൾ ലഭിക്കുന്നതിനായി RJBC ന്യൂസ് ഫോളോ ചെയ്യുക. താങ്ക്